അതിന്റെ കറക്റ്റ് ഷോപ്പ് എനിക്ക് കാണിച്ചു വേറൊന്നല്ല ഈ കൊച്ചുൾപ്പെടെ അല്ലാണ്ട് നജാത്ത് ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടാണ്ട് പെങ്ങള് അവിടെ ബസ് കയറുണ്ട്. പക്ഷെ എടി അല്ലടി ഇത് ചേച്ചി നിങ്ങൾ ചാവും. കേസാക്കണം ചേച്ചി. ഞാൻ വേറൊന്നുമില്ല. ഞാൻ ഇപ്പഴും ആ കൊച്ചു വരെ 3 ഇതായിട്ട് എന്റെ അടുത്ത് സപ്പോർട്ട് പറഞ്ഞു. എന്താ ഇനി 9 ഏതിനും പറയാതൊന്നുമില്ല. എന്റെ അമ്മയമ്മായിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞേ പറഞ്ഞേ എന്തുട്ടി എന്നിട്ട് അതാ അതിന്റെ ചിന്താപ്പാടാ. അല്ല നമ്മക്ക് എന്ത് ഗുണിക്കാൻ പറ്റും? നിങ്ങൾക്ക് എന്തിനു പറ്റുമോ? ഞാൻ വിളിക്കായിരുന്നു. ഞാൻ അപ്പൊ കൊച്ചിന്റെ അടുത്ത് ഞാൻ ഇവിടെ എവിടെ എത്തിയോ ചേട്ടാ? ഇങ്ങോട്ട് വാ. വേണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇവളോട് ചോദിച്ചത് അവർക്ക് പറ്റുള്ളൂ ആ നിങ്ങൾ വാ. അയ്യോ വീഡിയോ അയ്യോ അയ്യോ ഞാനൊന്നും അറിഞ്ഞുള്ള രാമനാരായണോ തീർച്ചയായിട്ടും കിടങ്ങല്ലിരുത്തി കണ്ണൂരിലെത്തിയാ വേഗം വരാൻ പറ. എനിക്കൊരു ഡൗട്ട്. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു മോളെ നിനക്കറിയോ കണ്ടപ്പറഞ്ഞൂടെ ഇതിന്റെ കണ്ണ് നിക്കലില്ല. അപ്പോഴും എനിക്കൊരു ഡൗട്ട്. അതാ ഞാൻ ഇവളെ വിളിച്ചത്. ഉടുപ്പ് മേടിച്ചു പറഞ്ഞിട്ടുണ്ട് അകത്ത് കയറിയിരിക്ക. എത്ര ദിവസം ഞാൻ പറഞ്ഞ അകത്ത് കയറിയിരിക്കാനായിട്ട്. സത്യം പറഞ്ഞപ്പോ മക്കളെ പുറത്തിറക്കാൻ വരെ പേടിയുള്ള കാലഘട്ടമായി എന്നുള്ളതാണ്. എന്താണല്ലേ മോള് സ്കൂൾ വിട്ട് വണ്ടി ഇറങ്ങിയ സ്ഥലത്ത് വരെ തട്ടിക്കൊണ്ടു പോകാൻ ആൾക്കാർ എന്നാ പറഞ്ഞു. അപ്പോൾ ആ മോളെ വീക്ഷിക്കുന്നവരുണ്ടാവുമല്ലോ. ഏതൊരു മക്കൾ സ്കൂളിട്ട് വരുമ്പോഴും ആരുമില്ല കൂട്ടിക്കൊണ്ടുപോകാനെന്നൊക്കെ അറിയുമ്പോൾ അങ്ങനെ കണ്ണ് വെച്ചിട്ട് പിന്നെ ഒരു സന്ദർഭത്തിൽ വന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളും ഒരുപാട് വാർത്തകളൊക്കെ കണ്ടിട്ട് ഇതേപോലെ പല സ്ഥലത്ത് ആവർത്തിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് എന്താലേ ആ മോൾക്ക് കുറച്ചൊരു അറിവുണ്ടായി. ഇതിൻ്റെ മാമനല്ല എന്നുള്ള ഒരു പക്വത എത്തിയതിനെ കൊണ്ട് തിരക്കടില്ല. 4ാം ക്ലാസ്സിലെ മോളാണെന്നാണ് പറഞ്ഞു. ഞാൻ വിചാരിക്കണല്ല LKG UKG ഒക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഒട്ടും തിരിയാത്ത ചെറിയ മക്കളൊക്കെ, ഓരൊക്കെ ഇതിനൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള. അങ്ങനെ അമ്മച്ചി വിട്ടതായിരിക്കും, ഉപ്പ വിട്ടതായിരിക്കും, ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. വീട്ടിലെത്തണം എന്നുള്ളതിൽ പെട്ടെന്ന് ഓല് വിളിച്ചാൽ പോകും എന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ ഇത് ഈ മോക്ക് കുറച്ചൊക്കെ ഒരു 4ാം ക്ലാസ്സിലാകുമ്പോൾ എങ്ങനെയാലും 10 വയസ്സ് 9-10 വയസ്സായി ഉണ്ടാവുമല്ലോ. ആ മോക്ക് ഇതിന് മാമനല്ല എന്നുള്ള ഒരു പക്വതത്തിനെ കൊണ്ട് പക്വത മാത്രമല്ല കേട്ടോ, പറയാനുള്ളൊരു ഇത് കൂടി വേണം. ചിലപ്പോൾ ചില മക്കളൊക്കെ പേടിച്ചിട്ട് മിണ്ടാണ്ടക്കണ ആ ഒരു ഇതുണ്ടാവും. പക്ഷെ ഇത് അതുമല്ല. അതുകൊണ്ട് ആ മോള് കഴിച്ചിലായി എന്നുള്ളതാണ് കേട്ടോ. ഏതായാലും ആ തൊട്ടടുത്ത് പിന്നെ വേറെ ഷോപ്പുകാരുള്ളതിനെ കൊണ്ട്, നാട്ടുകാരൊക്കെ കൂടിയതിനെ കൊണ്ട് ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ വണ്ടി ഇറങ്ങണതെങ്കിലോ രക്ഷിതാക്കൾ ഇപ്പോൾ കരുതും ഇപ്പോൾ വീട്ടിലെത്തും വണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ കരുതിക്കണേ രക്ഷിതാക്കളായിരിക്കും മക്കളെ കാത്തിക്കണത്. പക്ഷേ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾക്ക് പോലും അറിയൂല. എന്തായാലും മക്കളൊക്കെ കാത്ത് രക്ഷിക്കുക എന്നല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല ഈ കാലഘട്ടത്തിൽ. ഞാൻ കരുതുന്നതല്ല, ഇവരെ നാട്ടുകാർ പിടിച്ചിട്ട് ഈ കുട്ടീൻ്റെ മാമനല്ല എന്ന് പറഞ്ഞിട്ട് ആ ചെങ്ങായിൻ്റെ തൻ്റെ ഇടം ഞാൻ ആലോചിച്ച് നോക്കണേ. ഒരു പേടി ഒരു കൂസലും ഇല്ലാതെ മാമനാണെന്ന് പറയാൻ വീണ്ടും വരിക, ഒരു ധൈര്യം തന്നെ കേട്ടോ. ചിലവരുണ്ടാവും കള്ളി വെളിച്ചത്തായിന് എന്ന് കാണുമ്പോൾ ഓടി രക്ഷപ്പെടുക, അതാവും ചെയ്തില്ല, ഫൈറ്റ് ചെയ്ത് നിന്നണ ചെങ്ങായി. ഇവനൊക്കെ എന്താ ചെയ്യുക? സത്യത്തിൽ നിങ്ങൾ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും മക്കളൊക്കെ സ്കൂളിട്ട് വരാനുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക. ആ സമയമാകുമ്പോൾ
നല്ല പേടിയാണ്. അതുകൊണ്ടാണ് പറയണത്. നമ്മളെ മക്കളെ സേഫ്റ്റി നമ്മളെ അടുത്ത് മാത്രമാണ്. കാലഘട്ടത്തിൻ്റെ പോക്കതാണ്. അതുകൊണ്ടാണ് ഇമ്മാതിരി ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആലോചിക്കണേ. എന്തായാലും എന്തായാലും ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും നമ്മളെ വീട്ടിലെ മക്കളൊക്കെ നമ്മളെ സുരക്ഷിതത്വം നമ്മളെ കൈകളിലാണ്. അപ്പോൾ നമ്മൾ കരുതുക, അത് മാത്രമേ പറയാനുള്ളൂ.